ഫ്രണ്ട്സ്, മെറി ടോക്സിൽ ഇന്ന് 9ാമത്തെ വീഡിയോയാണ്. ഇന്നത്തെ ടോപ്പിക് OCD, അതായത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ഇത് ഒരു ആങ്സൈറ്റി ഡിസോർഡറാണ്. ഒരു OCD ഉണ്ടായാൽ ജോലിയും റിലേഷൻസും ഒക്കെ തകരാറിലാക്കാൻ ഇത് ധാരാളമായി. സാധാരണഗതിയിൽ ഒരു ആങ്സൈറ്റി എല്ലാ മനുഷ്യരിലും ആവശ്യമാണ്. കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച രീതിയിലേക്ക് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ ഒരു ആങ്സൈറ്റി മനുഷ്യനെ സഹായിക്കുന്നു. അതായത് നല്ല രീതിയിൽ ജോലി ചെയ്യുക, പഠിച്ച് പരീക്ഷ എഴുതുക, ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ചെറിയൊരു ആങ്സൈറ്റിയാണ് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഈ ആങ്സൈറ്റി അമിതമായാലോ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന പ്രശ്നത്തിലേക്ക് ഒരു മനുഷ്യൻ പോവുകയാണ്. അതായത് ഒബ്സഷനും കമ്പൽഷനും ആവർത്തിച്ചു വരുന്ന ഒരു പ്രശ്നത്തിലേക്ക്. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിരന്തരമായി ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിന്തകൾ അധികരിച്ചു കഴിയുമ്പോൾ അവരതിൽ ഒരു പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകുന്നു. ആ പ്രവൃത്തികൾ ചെയ്തു കഴിയുമ്പോൾ അവർക്ക് ഒരു ശാന്തത ലഭിക്കുന്നു. വീണ്ടും അവരിലേക്ക് ചിന്തകൾ കടന്നു വരികയാണ്. ആ ചിന്തകൾ അലട്ടി കഴിയുമ്പോൾ അവരുടെ ആങ്സൈറ്റി അധികമായി വരുമ്പോൾ അവർ വീണ്ടും അതിനെ ഒന്ന് ശമിപ്പിക്കാനായിട്ട് ആ ഒരു പ്രവൃത്തിയിലേക്ക് പോകുന്നു. വീണ്ടും ആ പ്രവൃത്തി കഴിയുമ്പോൾ അവർക്ക് ശാന്തത തിരിച്ചു ലഭിക്കുന്നു. വീണ്ടും ചിന്തകളിലേക്ക് പോകുന്നു. ഇത് ഇങ്ങനെ നിരന്തരമായി ആവർത്തിച്ചു വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആണ് ആ വ്യക്തിക്കെന്ന് പറയുന്നത്. അതായത് ഇൻട്രൂസീവ് തോട്ട്സ് ആൻഡ് കമ്പൽസീവ് ബിഹേവിയർ. ഇത് പ്രധാനമായും 4 വിഭാഗത്തിലായിട്ടാണ് ആളുകളിൽ കണ്ടുവരുന്നത്. അതെന്തൊക്കെയാണെന്ന് പറയാം. 1ാമത്തെ കൂട്ടർക്ക് കണ്ടാമിനേഷൻ ആൻഡ് വാഷിംഗ് എന്നുള്ള ഒരു പരിപാടിയായിരിക്കും. അതായത് എപ്പോഴും എല്ലാം മലിനമായിരിക്കുന്നു. അവരുടെ കൈകളാവാം, കാലുകളാവും. ചിലരൊക്കെ ഒരു ദിവസം 4 5 തവണ കുളിക്കാനായിട്ട് പോകും. ചിലരൊക്കെ എപ്പോഴും വാഷ് ബേസിന്റെ മുമ്പിൽ നിന്ന് മാറാൻ അവർക്ക് നേരമുണ്ടാവുകയില്ല. കൈകൾ ഇങ്ങനെ ആവർത്തിച്ച് കഴുകിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അവരായിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ എപ്പോഴും വൃത്തികേടാണ് എന്നുള്ള ഒരു രീതിയിൽ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും. കഴുകിയ പാത്രങ്ങളൊക്കെ വീണ്ടും എടുത്ത് കഴുകുക, അലക്കി വെച്ച തുണികളൊക്കെ വീണ്ടും എടുത്ത് അലക്കുക. ഇതെല്ലാം ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ചെയ്യുന്നതാണ്. 2ാമത്തെ കൂട്ടർക്ക് ഡൗട്ട് എബൌട്ട് ആക്സിഡന്റൽ ഹാം ആൻഡ് ചെക്കിങ്. എന്തെങ്കിലും ഒരു അപകടം വരുമോ എന്ന് ചിന്തിച്ചിട്ട് അവരുടെ ആ ചിന്തകൾ സഹിക്കാൻ വയ്യാതെ ആവുമ്പോൾ അവരതിനെ ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതായത് വാതിൽ പൂട്ടി പുറത്തിറങ്ങി പോയ ആൾ വീണ്ടും തിരിച്ചു വരുന്നു, ഞാൻ പൂട്ടിയോ എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തുന്നു, പോകുന്നു. സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയതെങ്കിലും വീണ്ടും തിരിച്ചു വരുന്നു, സ്റ്റൗ ഓഫ് ചെയ്തു എന്ന് പരിശോധിക്കുന്നു. അയൺ ബോക്സ് കുത്തിയത് അത് പ്ലഗ് ഓഫ് ചെയ്തോ എന്ന് തിരിച്ച് ഓഫീസിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷവും അതിനെക്കുറിച്ച് ചിന്തിച്ച് ആകുലരാകുന്നു, വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും തിരിച്ചു വന്ന് അത് ചെക്ക് ചെയ്യുന്നു. ഈ ഓവർ തിങ്കിങ് കൂടെയുള്ള ആളുകളുടെ ഒരു പ്രൊട്ടക്ഷനെ കുറിച്ച്, അവരുടെ ഒരു കെയറിനെ കുറിച്ചും അവരെ വളരെ ആകുലപ്പെടുത്തുന്നു. എല്ലാം എടുത്തിട്ടാണോ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതെന്ന് നിരന്തരം അന്വേഷിക്കുന്നു. പിന്നെ എന്തെങ്കിലും അക്കൗണ്ടിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീണ്ടും വീണ്ടും എണ്ണി തിട്ടപ്പെടുത്തുകയും ചെക്ക് ചെയ്യുകയും റീഡിംഗ് ഒക്കെ വളരെ കറക്റ്റ് ആണോ എന്ന് നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടും ഇരിക്കും. 3ാമത്തെ വിഭാഗം ജസ്റ്റ് റൈറ്റ് OCD എന്ന് പറയും. അതായത് അവർക്ക് എപ്പോഴും ഒരു സിമെട്രിക്കൽ അറേഞ്ച്മെന്റും കൗണ്ടിങ്ങും ഒക്കെയാണ് താല്പര്യം. എപ്പോഴും അലമാരയിൽ നിന്ന് ഡ്രസ്സുകൾ എടുത്ത് മാറ്റി അത് വീണ്ടും അടുക്കി വൃത്തിയാക്കി വെക്കുക, കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും അറേഞ്ച് ചെയ്ത് വെക്കുക. ഇവരെപ്പോഴും അറേഞ്ച്മെന്റ്സിന്റെ പുറകെയായിരിക്കും. എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി സൂക്ഷിച്ച് ബോക്സുകളിലാക്കി ഒക്കെ വെക്കും. ഇത് നിരന്തരമായി ആവർത്തിച്ചു വരുമ്പോൾ അവരുടെ ജോലിയിൽ പഠനത്തിലൊക്കെ തടസ്സം നേരിടും. കാരണം സമയവും ചിന്തയും എല്ലാം ഇതിലേക്കാണ് പോകുന്നത്. 4ാമതൊരു കൂട്ടർക്ക് അൺഅക്സെപ്റ്റബിൾ ടാബു തോട്ട്സ് ആൻഡ് റിച്വൽസ് എന്നതാണ്. അതായത് അവർക്ക് ഒരു സാമൂഹികപരമായിട്ടോ അല്ലെ കൾച്ചറലായിട്ടോ അല്ലെ റിലീജിയസ് ആയിട്ടോ ഉള്ള എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും മോശമായി ചെയ്തു പോയോ, ഞാൻ എന്തെങ്കിലും മോശമായി പറഞ്ഞോ, ഞാൻ എന്തെങ്കിലും മോശമായി ചിന്തിച്ചോ എന്ന ചിന്തകൾ അവരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും. അവരെ നിരന്തരമായി കുമ്പസാരിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രായശ്ചിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ടുമിരിക്കും. വീണ്ടും ഈ ചിന്ത അവരെ അലട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് അവരുടെ ഒരു പ്രത്യേകത. OCD ഒന്ന് വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒരു ഡിസോർഡറാണ്. പക്ഷേ എപ്പോഴെങ്കിലും അത് നിങ്ങളുടെ ജോലിയെയും ബന്ധങ്ങളെയും വളരെ മോശമായി ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയും വേഗം അതിനൊരു പ്രതിവിധി തേടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പ്രതിവിധി എന്ന് ഉദ്ദേശിക്കുമ്പോൾ തീർച്ചയായും ഒരു മെഡിക്കൽ ഹെൽപ്പ് തേടണം. നമ്മുടെ ആങ്സൈറ്റിയും സ്ട്രെസ്സിനെയും ഒക്കെ കുറച്ചുകൊണ്ട് വരാനുള്ള മെഡിസിൻ കഴിക്കേണ്ടത്
അത്യാവശ്യമാണ്. രണ്ടാമത്, ഒരു സൈക്കോതെറാപ്പിസ്റ്റിന്റെ സേവനവും ആവശ്യമാണ്. അതായത് റിലാക്സേഷൻ ടെക്നിക്കുകൾ പരിശീലിക്കുക, അത് ചെയ്യുക. റിലാക്സേഷൻ തെറാപ്പിയോടൊപ്പം തന്നെ മൈൻഡ്ഫുൾനെസ് തെറാപ്പിയും CBTയും സൈക്കോതെറാപ്പിസ്റ്റുകൾ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് വളരെ ഫലപ്രദവുമാണ്. അതുകൊണ്ട് OCD എന്ന ഒരു പ്രശ്നത്താൽ കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം ഒരു മെഡിക്കൽ ഹെൽപ്പ് തേടുക, ഒരു നല്ല സൈക്കോതെറാപ്പിസ്റ്റിനെ കാണുക. മെരി ടോക്സിൽ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി.